തലയിലേക്ക് ഒരു ആപ്പിൾ കൊടുക്കും. എവിടെ ഒന്നും കേട്ടില്ലല്ലേ ഈ കഥ? ഈ കഥ എവിടെ പഠിച്ചു? സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ആപ്പിൾ തലയിൽ വീണ സമയത്ത് ഇയാളെന്ത് ചിന്തിച്ചു അറിയോ? എന്താണ് ഈ ആപ്പിൾ താഴോട്ട് വരുന്നത്, ഇതെന്താണ് മുകളിലോട്ട് പോകാത്തത് അല്ലേ? ഈ ചിന്തന്റെ പുറത്തല്ലേ നിങ്ങൾ അയാളുടെ പേര് കേട്ടു തുടങ്ങിയത്? ആണോ അല്ലേ? ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ബലം കണ്ടുപിടിച്ചില്ല അയാൾ. ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായത് തലയിൽ ആപ്പിൾ വീണതാണ്. അത് കുറെ കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. പക്ഷെ ഈ ഒരു ബലം ഞങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടുത്തം ഞങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇനി ഇതേ സ്ഥാനത്ത് നിങ്ങളൊരു മരത്തിലൂട്ടിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് ചിരിക്കുകയാണ്, നിങ്ങളുടെ തലയിൽ ആപ്പിൾ വീഴുന്നു, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ആരാണോ പണ്ട് ചിരിച്ചത് അവൻ ആദ്യം പ്രാവും അല്ലേ? എന്നിട്ട് സ്വയം ശപിക്കാൻ തുടങ്ങി. ഏത് സമയങ്ങളുടെ സമയത്താണോ എനിക്ക് മരത്തിൽ വിട്ട് വന്നിരിക്കാൻ തോന്നിയത്? ഇങ്ങനെയാണോ സംഭവിക്കാൻ? ഒരാൾക്ക് ആപ്പിൾ എടുത്ത് കഴിക്കും. ഇതിനപ്പുറം ഞാൻ സംഭവിക്കോ? ഇല്ല. ഒത്തിരി കഥ പറഞ്ഞു കേട്ടോ, നിങ്ങൾ കേട്ടൊരു കഥയല്ലേ? ഇനി മറ്റൊരു കഥ പറയാം. ഈ കഥയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ കേട്ടോ അറിയാം, റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് കേട്ടോ? ഞാൻ പറഞ്ഞുതരാം, ചിലപ്പോൾ കേട്ടോ. ചിലന്തിയിൽ നിന്ന് വല നെയ്യുന്നതിന് ഇൻസ്പയർ ആയി യുദ്ധം ചെയ്ത ഒരു രാജാവ് എവിടെയോ കേട്ടോ നിങ്ങൾ കേട്ടോ? അതായത് റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന രാജാവ് 7 യുദ്ധങ്ങൾ തുടർച്ചയായി അയാൾ പരാജയപ്പെട്ടു. അങ്ങനെ അയാൾ ഒരു ഗുഹയിൽ ഒളിച്ച് താമസിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചിലന്തി ഇങ്ങനെ വല നെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ അതിനെ തട്ടിക്കളഞ്ഞു. അതങ്ങനെ തട്ടിക്കളഞ്ഞു. കുറച്ചു കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് വീണ്ടും അതേ ചിലന്തി അവിടെ വീണ്ടും വല നെയ്യും. അയാൾ വീണ്ടും അതിനെ തട്ടിക്കളഞ്ഞു. ഇയാൾ ഇങ്ങനെ പല തവണ തട്ടിക്കളഞ്ഞതിന് ശേഷവും ഇയാൾ നോക്കുന്ന സമയത്ത് വീണ്ടും ചിലന്തി വല നെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം വളരെ മനോഹരമായ ഒരു വല ആ ചിലന്തി അവിടെ നെയ്തു. ഇയാളെ കുറിച്ച് പറഞ്ഞ രാജാവിനെ കുറിച്ച് പറഞ്ഞതിനാണ് അയാൾക്ക് ആ ഈ ചിലന്തി വലയിൽ നിന്നും ഇൻസ്പയർഡ് ആയി പോയി. അതായത് എത്ര തവണ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിനപ്പുറം നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞു ഇയാൾ വീണ്ടും യുദ്ധത്തിന് പോയി. ആ യുദ്ധം ജയിച്ചു എന്ന് പറയുന്നത് ആ രാജാവിന്റെ പേരാണ് റോബർട്ട് ബ്രൂസ്. ഓക്കെ, ഇനി നിങ്ങൾ എന്തെങ്കിലും കാരണമായിക്കോട്ടെ യുദ്ധത്തിനൊന്നും പോകണ്ട, എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പരാജയപ്പെട്ട് നിങ്ങൾ ഭയങ്കര നെഗറ്റീവായിട്ട് ഒരു സ്ഥലത്ത് വന്നിരിക്കാൻ പറ്റും. ഒരു ചിലന്തി വല നീങ്ങുന്നത് കാണും നിങ്ങളെ വീട്ടിൽ, എന്ത് സംഭവിക്കും? ഒരു ചൂരെടുത്തുകൊണ്ട് വരും, അതിനെ അടിച്ചാൽ ഇല്ലേ? ഇതിനപ്പുറം എന്തേ സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. വെറുതെ ഞാൻ എന്തുകൊണ്ട് ലോകത്ത് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല, ലോകത്ത് കുറഞ്ഞ ആളുകൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ചില എക്സാമ്പിളുകളാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി മറ്റൊരു കഥ പറയാം. ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ഇയാള്. എല്ലാ റോഡിലൊക്കെ കാണുന്ന ചുമരിലൊക്കെ ഇങ്ങനെ കോല് വരഞ്ഞ് കാർട്ടൂൺ വരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും ആ കളിയാക്കും. ഞാൻ അയൽവീട്ടിലൊക്കെ ഭ്രാന്തൻ കളി കളിച്ചു എല്ലാവരും കൂടെ കളിയാക്കും. അങ്ങനെ ഇയാൾ പോകുന്ന പള്ളിയിലെ ഒരു ദിവസം ഇയാളോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാർട്ടൂൺ വരഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഇയാളോട് പറഞ്ഞു. ഇയാൾ എന്നിട്ട് പള്ളിയിലെ കുറെ കാലത്ത് അടഞ്ഞു കിടക്കുന്ന ഒരു പഴയ സ്റ്റോറും ഇയാൾക്ക് വേണ്ടി തുറന്നു. ഇവിടെ നിന്ന് വരച്ചോളം പറഞ്ഞു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ ഇങ്ങനെ സ്റ്റോർ റൂമിൽ പഴയ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി, പഴയ കുറെ കാലം അടഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റോർ റൂമാണ്. സൗകര്യം ഇയാൾ ഇങ്ങനെ കാർട്ടൂൺ വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എലി ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇയാൾ ആദ്യം തന്നെ മൈൻഡ് ചെയ്തില്ല. വീണ്ടും വലിയ അങ്ങോട്ടും പോകാൻ തുടങ്ങിയ സമയത്ത് ഇയാൾ അത് എലിയെ ഈ പേപ്പറിൽ വരയ്ക്കാൻ തുടങ്ങി കാർട്ടൂൺ രൂപത്തിൽ. എന്നിട്ട് ഇയാൾ അത് എലിക്കൊരു പേര് കൊടുത്തു. ആ എലിയുടെ പേരാണ് മിക്കി മൗസ്. കേട്ടോ? ലോകപ്രശസ്തനായ വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റിനെ ലോകത്തെ സമ്മാനിച്ചത് ഇയാളെ ശല്യപ്പെടുത്തിയിരുന്ന എലിയാണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചിത്രം വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതേ സ്ഥാനത്തെ കൊണ്ടു വെക്കണം. എലി നിങ്ങളെ ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും സംഭവിക്കും. ആദ്യം പള്ളിയിലെ ചീത്ത പറയും. ഇയാളുടെ റൂം തന്നത് ഞാൻ എലിശല്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ചീത്ത പറയും അല്ലേ? അതിനുശേഷം നിങ്ങൾ എലി തച്ചു കൊടുക്കും അല്ലേ? ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഈ 3 കഥയിൽ ഒരു പ്രത്യേകത എന്താണെന്നറിയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ മാറ്റം സംഭവിക്കുന്നില്ല. ഈ കഥയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ദൈവത്തിന് വിശ്വാസമുണ്ടോ? ദൈവത്തിന് വിശ്വാസമുണ്ടോ? ദൈവത്തിന്റെ പ്രത്യേകത എന്താ പറയുക? എന്തുകൊണ്ടറിയോ ഐസക് ന്യൂട്ടന് തലയിൽ വീണ ആപ്പിൾ നിന്ന് ഗുരുത്വാകർഷണം കണ്ടുപിടിക്കാൻ പറ്റിയത്? ആളെ വേദനിച്ചിട്ടുണ്ടാവില്ല തലയിൽ ആപ്പിൾ വീണ സമയത്ത്? എന്തുകൊണ്ടറിയോ അയാൾക്ക് ആ ഗുരുത്വാകർഷണം കണ്ടുപിടിക്കാത്തത്? അയാൾ തലയിൽ വീണ ആപ്പിൾ വീണ സമയത്തും അയാൾ ആ വീണ ആപ്പിളിനെ പോസിറ്റീവായിട്ട് ആ സന്ദർഭത്തെ ഫേസ് ചെയ്തുകൊണ്ടും ചിന്തിച്ചതുകൊണ്ടാണ് അയാൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്. ചിലന്തി വല നെയ്ത് കണ്ടപ്പോൾ അതിന്നും പോസിറ്റീവായിട്ട് ആ ചിലന്തി വല നെയ്തനെ കണ്ടതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതും അയാൾ വീണ്ടും യുദ്ധത്തിന് പോയിട്ട് ഇറങ്ങിയത് അല്ലേ?
എലി ശല്യപ്പെടുന്ന സമയത്ത് എന്താ പറയാ, അയാൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അത് വലിയ കാർട്ടൂണായിട്ട് അതിൽ വരച്ചതുമായ ലോകപ്രശ്നമായത്. എന്റെ ചോദ്യമാണ്, ഐസക് ന്യൂട്ടനോട് ദൈവം പറഞ്ഞിരുന്നു, ന്യൂട്ട നീ ഈ